ആസ് എ ഇൻവെസ്റ്റർ ഞാനൊരു കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ആസ് എ ഇൻവെസ്റ്റർ ഞാൻ നോക്കുന്നുണ്ടാവുക? ഒരു എക്സ്പെർട്ട് എന്ന ലെവലിൽ എന്താ പറയാൻ പറ്റുന്നതിന്? ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ അയാൾ ഫസ്റ്റ്ലി ഒരു ന്യൂലി എസ്റ്റാബ്ലിഷ്ഡ് ബിസിനസ് ഓർഗനൈസേഷൻ ആണെങ്കിൽ ഈ ഒരു ഐഡിയ ശരിക്കും നമുക്ക് ഫെച്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം. മാർക്കറ്റിലുള്ള ഇവർ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്ന ഈ ഇന്നോവേറ്റീവ് ഐഡിയ എന്തെങ്കിലും വിൽ ചേഞ്ച് എ ന്യൂ തിങ്, അത് നമ്മൾ നോക്കണം. വാട്ട് വിൽ ബി ദ ഗ്രോത്ത് ഓർ വാട്ട് എമൗണ്ട് റിക്വയർഡ് ഫോർ ഇൻവെസ്റ്റ്മെന്റ്, അതൊരു പക്കാ സ്ട്രാറ്റജി അവർ നോക്കും. നമ്മളായാലും ഇപ്പോൾ ഒരു മണി ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ആദ്യം നോക്കുക നമുക്ക് അതിന് എന്തെങ്കിലും റിട്ടേൺ കിട്ടും, എത്ര റിട്ടേൺ കിട്ടും, എത്ര പീരീഡിൻ്റെ ഉള്ളിൽ കിട്ടും, അതാണ് മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ്. ആ സ്റ്റഡി നടത്തിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഈ യങ് ഓൺടർപ്രണേഴ്സ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നതിന് മുമ്പ് കറക്റ്റ് പിക്ചർ ആ ബിസിനസ്സിന്റെ ബാക്ക്ഗ്രൗണ്ട് അവർ ഉണ്ടാക്കണം. അവിടെയാണ് നമ്മളെ ഇൻകം ടാക്സ് ഫയലിംഗ്, അവിടെയാണ് നമ്മുടെ രജിസ്ട്രേഷൻ, അവിടെയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഇമ്പോർട്ടൻസ് എന്ത് ചെയ്യണത്, കംപ്ലയൻസ് സൈഡ് വളരെ ഇമ്പോർട്ടൻ്റ്. ഇൻവെസ്റ്റർ ആയാലും നമ്മൾ നോക്കാതെ ഇത് ഒത്തന്റിക്കേറ്റഡ് സാധനമാണോ, ചുമ്മാ വെറുതെ ഒരു പേരിന് ഉണ്ടാക്കിയ ഒരു ബിസിനസ് ആണോ എന്നാണ് അവർ ആദ്യം നോക്കുക. എല്ലാം നോക്കും. ഇന്റേണൽ കൺട്രോൾ സിസ്റ്റംസ് ഒക്കെ ഉള്ള ഓർഗനൈസേഷൻ ആണോ എന്നും കൂടി അവർ നോക്കും. എന്നാൽ മാത്രമേ ഉള്ള ഒരു ഇൻവെസ്റ്റർ അതിലേക്ക് ഇൻവെസ്റ്റ് ഫണ്ട് ചെയ്യൂ.